ഹലോ എവരിവൺ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹെൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡ്രാമയുടെ പുതിയൊരു എപ്പിസോഡാണ്. സോ വീഡിയോയിലേക്ക് കിടക്കുന്ന മുന്നേ ലൈക്ക് ചെയ്തെടുത്തൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ എപ്പിസോഡിൻ്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ കാണുന്നത് ജെന്നാണെങ്കിൽ ആ ഒരു കഫറ്റീരിയ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് വെച്ചിട്ടായിരുന്നല്ലോ നമ്മൾ വൈൻഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവളാണെങ്കിൽ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിലാണെങ്കിൽ ഈസിനെ കുറിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഈസാണെങ്കിൽ ഒരു മനസാക്ഷി ഇല്ലാതെ ഇവളിട്ട് നല്ല രീതിയിൽ തന്നെ പെടാപ്പാട് പെടുത്തുന്നുണ്ടല്ലോ. സോ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇവൾ ഇങ്ങനെ പെടപെടാന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതാണെങ്കിൽ എയ്സ് കേൾക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇവനാണെങ്കിൽ അതിനെക്കുറിച്ചിട്ടൊന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇവൻ വന്ന കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവൾ ആ ഒരു ടോക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അവളോട് ഇങ്ങനെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ വന്നിട്ട് അവളോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ടൊന്ന് പറയുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ ഫാമിലിയെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നു. എനിക്ക് ഫാമിലി ഉണ്ട്, ഞാൻ, അമ്മ, പിന്നെ ഒരു സിസ്റ്റർ. അങ്ങനെ ഞങ്ങൾ 3 പേര് അടങ്ങുന്ന ഒരു ചെറിയൊരു കുടുംബമാണ്. അതുപോലെ തന്നെ നല്ല സന്തോഷമുള്ളൊരു കുടുംബമാണ്. അങ്ങനെ ഓരോരുത്തരെ കുറിച്ചിട്ട് ഡിസ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ ഉള്ളവർ ഈ 6 പേരാണ് എൻ്റെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഓരോരുത്തരെ കുറിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ മാറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഹീസ് മൈ കോൺസ്റ്റൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പൊക്കി അടിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ എയ്സിനോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഫാമിലിയെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനാണെങ്കിൽ അവളോട് ഇതൊക്കെ പറയാം, അതിന് സമയമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് അവളോട് ഇത് ക്ലീൻ ആക്കാൻ ബാക്കിയുണ്ടല്ലോ, അത് ക്ലീൻ ആക്കാൻ നോക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു, എന്ത് മനുഷ്യനാണ് ഇത്ര നേരം എന്നോട് സന്തോഷത്തോടെ ഇങ്ങനെ സംസാരിച്ച് നിന്ന ആൾ ഇത്ര പെട്ടെന്ന് തനിനിറം കാണിച്ചിട്ട് എന്നെ അവിടെ ഇട്ടേച്ച് പോകുന്നുള്ള രീതിയിൽ. അങ്ങനെ ഇവൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ക്ലീൻ ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ ടൈം നോക്കിയപ്പോൾ 6 സംതിങ് മണി ആയിട്ടുണ്ട്. ആ ഒരു സമയത്താണെങ്കിൽ എയ്സ് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. എയ്സ് ആണെങ്കിൽ ഭയങ്കര നിഗൂഢമായിട്ടൊക്കെ നോക്കിയിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നു. ഇവളെ എന്താണെന്നുള്ള രീതിയിൽ ചിന്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വന്നിട്ട് കുറച്ചൊന്ന് ഫ്ലേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇവളുടെ കണ്ണിലേക്ക് നോക്കി കുറച്ച് നേരം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിലും തിരിച്ചു അങ്ങനെ തന്നെ ഇവനൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നോക്കുന്നതെങ്കിലും ഇവൾ നല്ല ദേഷ്യത്തിലായിരുന്നു തിരിച്ച് നോക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ എന്തോ അവനോട് സംസാരിച്ചിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. കാരണം സമയം വൈകി, വേഗം തന്നെ പോകണം എന്നുള്ള രീതിയിൽ അവൾ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നേ. ഇവൾക്കാണെങ്കിൽ തീരെ വയ്യ കേട്ടോ. ചെറിയൊരു ടയർഡ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇവളാണെങ്കിൽ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് വേഗം ഒന്ന് അവിടെ റൂമിൽ എത്തിയാൽ മതി എന്നുള്ള ഒരു ടെൻഷനോട് കൂടിയാണ് നടക്കുന്നുണ്ടായിരുന്നത്. അതിനിടയിലാണെങ്കിൽ ചെറിയൊരു അനക്കവും കാര്യങ്ങളൊക്കെ ഇവളുടെ പിന്നിലായിട്ട് ഇവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നലും കാര്യങ്ങളൊക്കെ അവളുടെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ടെൻഷനോട് കൂടിയായിരുന്നു ഓരോ സ്റ്റെപ്പും അവൾ വെക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് കാണാൻ 2 പേര് അവളെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് 2-3 പേരും കൂടെ വന്നിട്ട് അവളെ കിഡ്നാപ്പ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളതൊന്നും നമുക്ക് അറിയില്ല. എല്ലാം നമുക്ക് വഴിയെ മനസ്സിലാക്കാം. എന്തായാലും അവളെ ബോധം കെടുത്തി കൊണ്ടുപോകാൻ നടക്കുന്നില്ല. കാരണം അവൾ നല്ല രീതിയിൽ കുടഞ്ഞു മാറുന്നുണ്ട്. എന്നാലും അവളെ കെട്ടി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ അവളിങ്ങനെ കെട്ടിയിട്ട് വെച്ചിരുന്ന ആ ഒരു നിലയിലാട്ടോ. ഇവളുടെ മുന്നിലാണെങ്കിൽ ഒരുപാട് പേരുണ്ട്, അവൾ തട്ടിക്കൊടുന്ന എല്ലാവരും ഉണ്ട്. ആരാ എന്താണെന്നുള്ളതൊക്കെ ഇവൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ കൂടെ ഇവളുടെ വായ മൂടി കെട്ടിയതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആ ഒരു സമയത്താണെങ്കിൽ ഇവരെ ബോസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവൾക്ക് മനസ്സിലായി ആരായിരിക്കാം ഇവളെങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യം. കാരണം ഇവളാണെങ്കിൽ റോക്സൈനെ ഓരോ കാര്യങ്ങളായിട്ട് നല്ല ട്രിഗർ ചെയ്തിട്ട് അടിച്ചിട്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ അവളുടെ ബോയ് ഫ്രണ്ട് മിക്കവാറും പകരം വീട്ടാനായിട്ട് റേസ് വന്നതാണെന്നുള്ള രീതിയിലൊരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ റൈസ് ആയിരുന്നു അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ടായിരുന്നത്. എന്നിട്ടാണെങ്കിൽ അവളോട് നല്ല ദേഷ്യത്തിൽ തന്നെ സംസാരിക്കുന്നുണ്ട്. അവളോട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ട് എൻ്റെ ഗേൾ ഫ്രണ്ടിനെ നീ തല്ലും? അവിടുത്തെ ക്യൂനായിട്ടാണല്ലോ, ഇവൻ അവിടുത്തെ ഒരു പ്രിൻസ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ അധികാരവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണല്ലോ. സോ അവൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ളത് അവിടെ ഒരു ക്യൂൻ എന്നുള്ള ഒരു അധികാരവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. സോ ആ ഒരു ക്യൂനെ ഇവൾ എന്തിനാണ് അങ്ങനെ തല്ലിയത് എന്നുള്ള രീതിയിൽ ഭയങ്കര ഇൻസൾട്ട് ആക്കിയിട്ട് ഇവളുടെ മുഖത്തേക്ക് നല്ല കൊടുക്കുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ അവളെ മിക്കവാറും കൊല്ലും എന്നുള്ള രീതിയിലുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് കേട്ടപ്പോൾ അവൾക്ക് നല്ല ടെൻഷനും കാര്യങ്ങളും പേടിയൊക്കെ അവിടെ മുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവനാണെങ്കിൽ ഇവളുടെ വായിലുള്ള കെട്ടും കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നീ ഒതുങ്ങുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് അവളെ കഴുത്തൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ സെന്നിന് ആരെന്നുള്ളത് നമുക്ക് അറിയാമല്ലോ. സോ സെന്നാണെങ്കിൽ അവനോട് പറയുന്നുണ്ടായിരുന്നു, നിൻ്റെ എല്ലാ രഹസ്യവും എനിക്കറിയാം. സോ എന്നെ നീ ഇവിടെ ഇട്ട് എന്ത് കാട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ആ രഹസ്യം എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നീ റേസ് അല്ല എന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം ഞാൻ റേസിനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. സോ നീ റേസ് അല്ല, റേസിൻ്റെ പകരം മാറാട്ടം നടക്കുന്ന ഒരാളാണെന്നുള്ള കാര്യം എനിക്കറിയാം. അതുപോലെ തന്നെ നീ ഇവിടെയുള്ള എല്ലാവരെയും പറ്റിക്കാണ് റേസിൻ്റെ പേരിൽ എന്നുള്ള കാര്യം എനിക്കറിയാം. അപ്പോൾ ഇവനാണെങ്കിൽ അത് കേട്ട് ഞെട്ടുന്നുണ്ട്. കാരണം ആർക്കും അറിയാത്തൊരു സംഭവം ഇവളെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അതെ ഞാൻ റേസ് അല്ല, റേസിൻ്റെ പകരം ഞാനാണ് ഇവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആർക്കും ആ കാര്യം അറിയില്ല, ആ ഒരു ക്യൂനായിട്ടുള്ള ആ റോക്സനെ കൂടെ അറിയില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. കൂടാതെ എൻ്റെ രഹസ്യം നിൻ്റെ രഹസ്യം എന്നുള്ള രീതിയിലും കൂടെ പറഞ്ഞിട്ട് അവർ ഏകദേശം കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട്
ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഇവനാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവരെയും കൂടെ മാസ്ക് തിരിച്ചു വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ടാണെങ്കിൽ എന്തോ ഒരു കാര്യം ഇവരോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുത്തൻ വന്നിട്ട് കത്തിയിട്ട് ഇവളുടെ ബാക്കിൽ നിന്നിട്ട് ഇവളെ കുത്താനുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. ഇവൾക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഇവളുടെ ജീവിതം ഇപ്പോൾ പോകുമെന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ഇവരുടെ കൈകളിലെ കെട്ടും കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റാനായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞാനും സത്യം പറഞ്ഞാൽ ചെറിയ ടെൻഷനായിട്ടുണ്ടായിരുന്നു. കാരണം ഇവർ ആ സീക്രറ്റും കാര്യങ്ങളൊക്കെ സീക്രറ്റ് ആയിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ട് പിന്നീട് ഇനി ഇവളെ കൊല്ലുമോ എന്നുള്ള രീതിയിൽ എനിക്കും ടെൻഷനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവളാണെങ്കിൽ കയ്യിലെ കെട്ടും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് ഇവനോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ സീക്രറ്റ് പറഞ്ഞത് നിൻ്റെ ഇവൻ്റെ സീക്രറ്റ് ഇവൾ സീക്രട്ടായിട്ട് സൂക്ഷിക്കുന്നുള്ള കാര്യം അവനോട് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. അതിന് മുന്നേ ആയിട്ട് ഇവൻ വന്ന പാടനെ അവളുടെ മുഖത്തേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരടി തിരിച്ച് കൊടുത്തിട്ടായിരുന്നു അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറിയാം, ആ ഒരു ക്യൂനാണെങ്കിൽ ഇവളുടെ മുഖത്ത് അടിച്ചപ്പോൾ ഇവൾക്ക് സമയം കിട്ടിയപ്പോൾ ഇവൾ തിരിച്ചു അടിച്ചിട്ടുണ്ടായിരുന്നു. സുപ്രീമോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ എന്തായാലും അയാൾക്ക് കൊടുത്തിരിക്കും, അതിന് സുപ്രീമോ ആണോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ കണക്കിന് ഒരടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് റേസിന്. പിന്നീടാണെങ്കിൽ ഇവൾ ഭയങ്കര ക്ഷീണിതമായിട്ട് ഇവളുടെ റൂമിലേക്ക് പോവുകയാണ്. കാരണം ബ്ലഡി നൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന സമയമായിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇവൾ മാക്സിമം നടക്കാൻ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും അവിടെ ബ്ലഡി നൈറ്റ് ഐറനും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇവൾ ഭയങ്കര ടയേർഡാണ്. ഇവൾ മാക്സിമം ഓടാൻ നോക്കുന്നുണ്ടായിരുന്നു. ഓരോരുത്തർ പരസ്പരം നല്ല രീതിയിൽ തന്നെ അടിക്കുന്നുണ്ട്. ബോയ്സിൻ്റെ ഒക്കെ മേത്തു നിന്നൊക്കെ ബ്ലഡും കാര്യങ്ങളൊക്കെ വന്ന് ആകെ സീനായിരുന്നു. കൂടെ തന്നെ ഗേൾസൊക്കെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ മാക്സിമം ഓടാൻ നോക്കുന്നുണ്ട്. കുറച്ച് പേരാണെങ്കിൽ ഇവളിങ്ങനെ പിന്തുടർന്ന് വരുന്നുണ്ട്. ഇവൾക്കാണെങ്കിൽ ടയേർഡ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഓടാൻ പറ്റുന്നില്ല. അവരാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്ഥലത്ത് ഏതോ ഒരാൾ വന്നിട്ട് അവളെ രക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ ആളും മാസ്ക് ധരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു മാസ്ക് ധരിച്ചാലും അവളെ രക്ഷിച്ചാലും നല്ല അടിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഇവർ രക്ഷപ്പെട്ട് റൂമിലേക്ക് കയറാൻ ആ ഒരു ഹോസ്റ്റലിൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഒരാൾ അവളുടെ കാലും കാര്യങ്ങളൊക്കെ പിടിച്ചിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അയാളുടെ തല ആ ഒരു ഗേറ്റിൻ്റെ ഉള്ളിലായിരുന്നു. അങ്ങനെ ഫൈനലി ഇവൾ ആ ഗേറ്റ് ഒറ്റയടി അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ തല അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇന്നൊരു ഷോർട്ട് എപ്പിസോഡായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾ ക്ഷമിക്കുക, ഇത് എപ്പിസോഡ് റിലീസ് ആവുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റുന്നുണ്ടായിരിക്കുക. കൂടാതെ ഒരു ഓൺഗോയിങ് ഡ്രാമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് വരുന്നുണ്ടായിരിക്കുക കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതുവരെ വെയിറ്റ് ചെയ്യുക. അതുവരെ നമ്മൾ ഡ്രേക്ക് പാൽമ ഓൾറെഡി അപ്ലോഡ് ആക്കിക്കൊണ്ടിരിക്കുന്നത്, അത് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സ് ഇടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരുപാട് പേര് കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കാനും മറക്കരുത്. ദിസ് ഇസ് സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.